തമിഴക വെട്രി കഴകം ജനറൽ ബോഡി യോഗത്തിൽ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പേരെടുത്ത് വിമർശിച്ചിരിക്കുകയാണ് അധ്യക്ഷൻ വിജയ്. DMK വോട്ടിനു വേണ്ടി കോൺഗ്രസിനൊപ്പം ചേരുന്നു. ഒരു കുടുംബം മാത്രം നന്നായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെ രാഷ്ട്രീയമാകും എന്നാണ് വിജയന്റെ കുറ്റപ്പെടുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയും DMKയും തമ്മിലാണ് മത്സരമെന്നും വിജയ്. ஓட்டுக்காக காங்கிரஸ் கூட தேர்தல் கூட்டணி கொள்ளையடிக்கிறதுக்காக உங்களோட அதாவது பாஜகவோட மறைமுக அரசியல் கூட்டணி இப்படி உங்க பேரை சொல்லியே மக்களை ஏமாத்துறதும் உங்க பேரை சொல்லியே மக்களை பயமுறுத்துறதும் இப்படி இந்த கரப்ஷன் கபடதாரிகளுக்கு மறைமுகமாக உதவும் உங்க அரசுக்கு ஏஞ்சி தமிழ்நாடு தமிழர்கள்னாலே அலர்ஜி. தமிழ்நாட்டிலிருந்து வர GSTயே கரெக்டா வாங்கிக்கிறீங்க, ஆனா தமிழ்நாட்டுக்கு பட்ஜெட்ல நிதி ஒதுக்க மாட்டேங்கிறீங்க. நீங்க படிக்கிற நம்ம பிள்ளைங்களோட படிப்புக்கு நிதி ஒதுக்க மாட்டேங்கிறீங்க, ஆனா மும்மொழி கொள்கையை திணிக்கிறீங்க. டீலிமிட்டேஷன் என்ற பேர்ல தமிழ்நாட்டோட பார்லிமெண்ட் சீட்ஸ்லையும் கை வைக்க பாக்குறீங்க. ஒரே நாடு ஒரே தேர்தல்னு நீங்க ஸ்டார்ட் பண்ணப்பவே புரிஞ்சிருச்சு பிரதமர் சார். മുഹമ്മദ് റഹീസാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. വിജയുടെ ഭാഷയൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പല കഥാപാത്രങ്ങളിലൂടെ അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എപ്പോഴും ഉണ്ടായിരുന്നൊരു സംശയം രാഷ്ട്രീയത്തിൽ അത്ര ശോഭിക്കുമോ, ഏത് രീതിയിലാകും എന്നുള്ളതാണ്. ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. സ്മിത, വിജയ് വല്ലപ്പോഴും മാത്രമേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയുള്ളൂ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരോട് പോലും നേരിട്ട് സംസാരിക്കുകയുള്ളൂ. പക്ഷേ അദ്ദേഹം ഓരോ തവണ പറയുന്ന വാക്കുകളും അത് പ്രവർത്തകരുടെ ഉള്ളിലേക്ക് തീവ്രമായി തുളച്ചു കയറുന്ന തരത്തിലുള്ളതാണ്. അടുത്ത തവണ കാണുന്നത് വരെ നിലനിന്ന് പോകുന്നതാണ്. ഇത്തവണയും വിജയ് ആദ്യം തന്നെ ആക്രമിച്ചത് DMK ആണ്. എല്ലാ കുടുംബങ്ങളും ഒരുപോലെ വികസിച്ച് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നതിനെ രാഷ്ട്രീയമെന്ന് കാണാൻ പറ്റും. പക്ഷേ ഒരു കുടുംബം മാത്രം മെച്ചപ്പെട്ടു പോകുന്നതിനെ എങ്ങനെ രാഷ്ട്രീയമായി കാണാൻ കഴിയുമെന്ന് വിജയ് ചോദിക്കുന്നു. അത് DMKയുടെ കുടുംബാധിപത്യം എന്നുള്ള ഒരു വിമർശനത്തിന് അതിനെ തൊട്ട് തലോടിക്കൊണ്ട് വരുന്നൊരു വാചകമായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് DMK ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് കൊണ്ടുപോകുന്നത്, സ്റ്റാലിൻ സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നിരത്തുക, അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ് വിജയ് ചെയ്തിട്ടുള്ളത്. അത് TVK പ്രവർത്തകരെ ആക്രമിക്കുന്നതിലായാലും ഓരോ പരിപാടികൾക്ക് തടസ്സം നിൽക്കുന്നതിലായാലും ഒക്കെ വിജയ് അതിനെ അങ്ങനെ ഉദാഹരിച്ചു കൊണ്ടുവന്നു. ശേഷം ഒരു അപ്രതീക്ഷിതമായ നീക്കമാണ് വിജയ് നടത്തിയത്. കാരണം ഇന്നോളം വിജയ് നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ MK സ്റ്റാലിൻ്റെയോ പേര് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഒരു സിനിമ ഡയലോഗിൽ അല്ലെങ്കിൽ ആ ഒരു മോഡുലേഷനിലൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചു. നിങ്ങളുടെ പേര് പറഞ്ഞു വിമർശിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞു. ശേഷം BJPക്ക് തമിഴ്നാടിനോട് അലർജിയാണോ എന്ന് ചോദിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നയങ്ങൾ, അത് ത്രിഭാഷാ നയമായിക്കോട്ടെ, ഒപ്പം തന്നെ ഈ ഡീലിമിറ്റേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നു. പിന്നീട് ഇവർക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് DMKയുടെ സീക്രട്ട് ഓണറാണ്, രഹസ്യ മുതലാളിയാണ് BJP എന്ന് പറഞ്ഞു വെക്കുന്നു. ഇവർ രണ്ടുപേരും ധാരണയിലാണ് പോകുന്നത്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്, രണ്ടുപേരും കൈകൊടുത്താണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ DMK വിമർശിക്കുന്നു, BJP വിമർശിക്കുന്നു, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു പാലമുണ്ട് എന്ന് തെളിയിക്കുന്നു. ശേഷമാണ് വിജയ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് TVKയും DMKയും തമ്മിലാണ്, മറ്റാർക്കും റോളില്ല എന്ന് കൂടി വിജയ് പറഞ്ഞു വെക്കുമ്പോൾ ഒരു നേർക്കുനേർ പോരാട്ടത്തിന് ആണ് തങ്ങൾ ഒരുങ്ങുന്നത്. അതാണ് തമിഴകത്ത് നടക്കുന്നത്. അല്ലാതെ ഒരു 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമോ അല്ലെങ്കിൽ 2 വലിയ മുന്നണികളും പാർട്ടിയും DMKയും തമ്മിലായിരിക്കും ഇത്തവണ മത്സരം എന്ന് വിജയ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണക്കാരെ സഹായിക്കുന്നതാകണം, അഴിമതി മുക്തമാകണം കാര്യങ്ങൾ, ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹം. റഹീസ് പറഞ്ഞതുപോലെ വല്ലപ്പോഴൊക്കെ പറഞ്ഞ ഒരു 1.5 പറച്ചിലായിരിക്കും അല്ലേ. ഇനി അടുത്ത പ്രസംഗത്തിലേക്ക് വരെ ആ ഊർജ്ജം അങ്ങനെ നിൽക്കും. എന്തായാലും തമിഴ്നാട്ടിൽ അരസിയൽ ഗലാട്ട തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അരസിയലൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും കൂട്ടണികളൊക്കെ ഇപ്പോൾ അവിടെ സജീവമാണ്. അത് എന്തിനു വേണ്ടി വോട്ടുക്കാക എന്നൊക്കെയാണ് വിജയ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയടക്കം അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പല കഥാപാത്രങ്ങളെയും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലായിരുന്നു.